അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരോട് തർക്കിക്കുകയാണ് അനിമോൾ. അനിമോൾ പറയുന്നത് ഇങ്ങനെയാണ്: അയാൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ ബാക്കി നമുക്ക് എല്ലാവർക്കും തന്നെ പണിപ്പുരയിൽ കയറാനുള്ള അവസരം കിട്ടിയേനെ. 10 സെക്കൻഡ് വെച്ച് കിട്ടിയേനെ, പിന്നെ 15 സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കും കിട്ടിയേനെ, നമുക്ക് ഭക്ഷണം കിട്ടിയേനെ, വസ്ത്രങ്ങൾ കിട്ടിയേനെ, എല്ലാം കിട്ടിയേനെ എന്ന് അപ്പാനി ശരത്തിനോട് ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന എല്ലാവരോടും അനിമോൾ പറയാണ്. പക്ഷേ ബാക്കി ആരും തന്നെ അനിമോൾക്ക് സമ്മതിച്ച് കൊടുക്കുന്നില്ല. അയാളിപ്പോൾ ഇനി അടുത്ത ദിവസം വന്നിട്ട് അടുത്ത കളിയിൽ അടുത്ത ഗെയിമിലും എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ടുകൊടുക്കുമോ? ഇനി ബിഗ് ബോസിൻ്റെ കപ്പ് അനീഷ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വിട്ടുകൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അനുവിൻ്റെ ഭാഗത്താണ് ഇവിടെ ശരി. ഇപ്പോൾ ആർക്കും ഇല്ലാതായി പോയില്ലേ. ഇതിപ്പോൾ എല്ലാവരുടെയും ഈഗോ കാരണം അനീഷിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ല. പക്ഷേ അതിലും വലിയ നഷ്ടമാണ് ബാക്കി എല്ലാവർക്കും സംഭവിച്ചത്. അനീഷിനിപ്പോൾ ഈ ഒരു ടാസ്കിൽ ഒന്നാം സ്ഥാനം കൊടുത്തെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അനീഷ് തന്നെ ഫുഡ് എടുക്കാമെന്ന് സമ്മതിച്ചതുമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഇവർക്ക് പണിപ്പുരയിൽ കയറാൻ ഒരു അവസരം കിട്ടിയേനെ. ഷാനവാസ് ആദ്യം ഒരു ഐഡിയ പറഞ്ഞതാണ്. അതായത് അനീഷിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും തന്നെ നമുക്ക് ഈ ഒരു 10 സെക്കൻഡ് ഉണ്ടല്ലോ, എല്ലാവർക്കും കയറാൻ അവസരം കിട്ടുമല്ലോ എന്ന് ഷാനവാസ് ഒരു സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഷാനവാസ് തന്നെ അത് വീണ്ടും മാറ്റി പറഞ്ഞു. അങ്ങനെ ഇയാൾ ഒന്നാം സ്ഥാനം നേടിയെടുക്കേണ്ട, ഭക്ഷണവും വസ്ത്രവും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു, അതുകൊണ്ട് ഇയാൾക്ക് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് ഷാനവാസ് തന്നെ എല്ലാവരോടുമായിട്ട് വീണ്ടും പറഞ്ഞിരുന്നു. ആദ്യം എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ എല്ലാവർക്കും പണിപ്പുരയിൽ പോകാനൊരു അവസരം കിട്ടിയേനെ. അനുമോൾ മാത്രമല്ല, ഷാരികയും പറയുന്നുണ്ട്, ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ എന്താണ്? അനീഷിനോട് സംസാരിക്കുമ്പോൾ അനീഷ് ഒന്നും തിരിച്ച് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ എന്താ പറഞ്ഞത്? അങ്ങേരോട് സംസാരിക്കാൻ പോകണ്ട, അങ്ങേരെ പാട്ടിന് വിട്ടേരെ എന്നാണ് ലാലേട്ടൻ പറഞ്ഞതെന്ന് ഷാരികയും പറയുന്നുണ്ട്. ഷാരികയും അനുവുമാണ് അവിടെ ബുദ്ധിപൂർവ്വമായിട്ട് ഈ ഒരു കാര്യത്തിൽ ചിന്തിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.